മുസ്ലിം ലീഗിനെ പരോക്ഷമായി വിമർശിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞ് സംഘടിച്ചവരും മതം പറഞ്ഞ് സംഘടിച്ചവരും ഉണ്ട്. മതം പറഞ്ഞ് സംഘടിച്ചവരും മതമാണ് എന്ന് പറഞ്ഞവരും എവിടെ എത്തിയെന്ന് ആലോചിക്കണം എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. മതപാർട്ടികൾ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്ത് നിയമസഭയിൽ ഭരിക്കാനുള്ള സീറ്റിലാക്കി. താൻ ലീഗിനെയാണ് പറഞ്ഞതെന്നും മുസ്ലിം സമുദായത്തെ അല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഞാനൊരു ആരും വിരോധിയല്ല. ഞാനൊരു സത്യം പറഞ്ഞതിൻ്റെ പേര് എന്തുമാത്രം വേട്ടയാടുന്നു. ഞാൻ മതവിദ്വേഷമൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ചും ലീഗിനെയാണ് അല്ലേ പറഞ്ഞത്, മുസ്ലിം ലീഗിനെയല്ല. മതപ്പാർട്ടികൾ അവർ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവർ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തി കേരള രാഷ്ട്രീയത്തിൽ അവർ മാത്രം ഇന്ന് വിചാരിച്ചാൽ ഒന്നിച്ചാൽ ഭരിക്കാവുന്ന സീറ്റ് ഇന്ന് കേരള നിയമസഭയിൽ അവർക്ക് നേടാൻ സാധിച്ചു എങ്കിൽ നമ്മൾ നിന്ന മതേതരവാദികൾ എവിടെ നിൽക്കുന്നു, മതം പറഞ്ഞവരെവിടെ എത്തുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു. ജോയ്മോൻ ജോസിന്റെ വിവരങ്ങളുമായി. ജോയ്മോൻ, ഏത് വേദിയിലായിരുന്നു, ഏത് സന്ദർഭത്തിലായിരുന്നു ഈ പ്രതികരണം? ലീഗിനെ വിടാൻ ഉദ്ദേശമില്ല എന്ന് മനസ്സിലാകുന്നു. ആനന്ദ്, ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പറവൂരിൽ നടന്ന ഒരു SNDP പറവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങൾക്കിടെയാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ഉണ്ടാകുന്നത്. നമുക്ക് വളരെ രൂക്ഷമായ അല്ലെങ്കിൽ പരോക്ഷമായ രീതിയിലാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഈ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുൻപ് പലപ്പോഴായി ആവർത്തിച്ച കാര്യങ്ങൾ ഈ ലീഗിനെതിരെ തുറന്നടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മതം പറഞ്ഞ് സംഘടിച്ചവർ എവിടെ എത്തിയെന്ന് ആലോചിക്കണം. മതമാണ് എന്ന് പറഞ്ഞവരെ കുറിച്ച് ചർച്ചയില്ല, മറിച്ച് ഇത്തരം കാര്യങ്ങൾ താനാണ് സംസാരിക്കുന്നതെങ്കിൽ തനിക്കെതിരെ വലിയ വിമർശനങ്ങളും വലിയ ചർച്ചകളും ഒക്കെ നടന്നതിനെ പല മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും തനിക്കെതിരെ സംഘടിച്ചതിനെ എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സമുദായത്തിനെതിരായിട്ടല്ല പറയുന്നത്, മറിച്ച് ഒരു തന്റെ സമുദായം, അതായത് ഈഴവ സമുദായം നേരിടുന്ന ഇപ്പോൾ സമൂഹത്തിൽ കടുത്ത അനീതി നേരിടുന്നുണ്ട്. ഐത്യം അല്ലെങ്കിൽ ഐത്തം കൽപ്പിച്ചിരുന്നത് കാലത്ത് എങ്ങനെയാണോ അന്നാണ്. വ്യക്തമാണ്, ഇസ്ലാമിനെ അല്ല മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നതെന്ന് വീണ്ടും വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്.